ജനങ്ങളുടെ ഇടയിൽ ഇപ്പോൾ വളരെ ആശങ്കയാണ്. ഏത് പാർട്ടിക്കാണ് നമ്മൾ വോട്ട് കൊടുക്കേണ്ടത്? ആരെ ജയിപ്പിക്കണം? കോൺഗ്രസ് പറയുന്നതാണോ ശരി? കമ്മ്യൂണിസ്റ്റ് പറയുന്നതാണോ ശരി? BJP പറയുന്നതാണോ ശരി? ഏതാണ് ശരിയെന്ന് നമുക്കാർക്കും പൊതുജനത്തിന് ആർക്കും അറിയത്തില്ല. എല്ലാം നമ്മൾ ഈ ചാനലിലൂടെ വരുന്ന വാർത്തകളെയും ഇല്ലെങ്കിൽ സംഭവ വികാസങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് നാം ചിന്തിക്കുന്നത്. ഒരു ഇന്ത്യൻ പൗരൻ, ആ ഒരു ഇന്ത്യൻ പൗരത്വത്തിൻ്റെ ശരിയായ അവകാശങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? പണത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന പാർട്ടികൾ പ്രസ്ഥാനങ്ങളാവരുത്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, അത് കമ്മ്യൂണിസ്റ്റ് ആയാലും ശരി, കോൺഗ്രസ് ആയിരുന്നാലും ശരി, BJP ആയിരുന്നാലും ശരി, മറ്റ് ഏത് ചെറു രാഷ്ട്രീയ പാർട്ടികളായിരുന്നാലും ശരി, ഒരിക്കലും ജനാധിപത്യത്തിൽ പണത്തിന് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ പണാധിപത്യം നിലനിർത്തുവാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാവരുത് രാഷ്ട്രീയ പാർട്ടികൾ. ഇന്ത്യയിലെ 60% ജനങ്ങളും എൻ്റെ കാഴ്ചപ്പാടുകളിൽ ഞാൻ കാണുന്ന എൻ്റെ കാഴ്ചപ്പാടുകളിൽ ഇന്ത്യയിലെ 60% വരുന്ന ജനവിഭാഗങ്ങളും സാധാരണ ജനങ്ങളാണ്. അവർ അധ്വാന ഫലം കൊണ്ട് ജീവിക്കുന്നവരുമാണ്. എന്നാൽ പണത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രീയക്കാർ നിലകൊള്ളുമ്പോൾ ഇവിടെ സാധാരണക്കാരൻ്റെ അവകാശങ്ങളാണ് സംരക്ഷിക്കാതെ പോകുന്നത്. അവിടെ അവകാശങ്ങൾ ഒരിക്കലും സംരക്ഷിക്കപ്പെടുന്നില്ല. പണാധിപത്യം വരുമ്പോൾ എല്ലാം പണത്തെ ആശ്രയിച്ച് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ പണാധിപത്യം നിലവിൽ വരുമ്പോൾ ഇവിടുത്തെ 60% ആൾക്കാരും അടിമകളാകും എന്നുള്ളതാണ് വാസ്തവം. ഇന്ത്യയിൽ ഏത് ചെറിയ സംരംഭങ്ങളോ ഇല്ലെങ്കിൽ പുതിയൊരു പ്രോജക്റ്റുകളോ സമൂഹത്തിൽ ആര് തുടങ്ങിക്കഴിഞ്ഞാലും അത് അവരവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ് ഓരോ കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നത്. പക്ഷെ അതിൻ്റെ പരിണാമം, അതിൻ്റെ അവസാനം നാം ചെന്നെത്തുന്നത് ഇതെല്ലാം പോകുന്നത് സാധാരണക്കാരൻ്റെ പൈസയാണെന്നുള്ള കാര്യമാണ്. 2000 കാലഘട്ടം മുതൽ ഇങ്ങോട്ട് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്നായിരുന്നു വളർച്ചയല്ല. 2000 നമുക്കറിയാം, 1947 മുതൽ 2000-ൻ്റെ അവസാന കാലഘട്ടം വരെയും ഇന്ത്യയുടെ വളർച്ച വളരെ മന്ദഗതിയിലായിരുന്നു. എന്തുകൊണ്ടാണ് ആ ഇന്ത്യയുടെ വളർച്ച വളരെ മന്ദഗതിയിലായതിൻ്റെ കാരണം തന്നെ ഇവിടെ സാധാരണക്കാരൻ പടുത്തുയർത്തിയ ഇന്ത്യയാണ് നമ്മുടെ ഇന്ത്യ. പക്ഷെ അത് ആ സാധാരണക്കാരിലും വളർന്നു അതിനെ ആ സാധാരണക്കാരുടെ ജീവിത ശൈലികളെയും ആ സാധാരണക്കാരൻ്റെ വിയർപ്പിനെയും മുതലാക്കി ഇവിടെ വളർന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ഇന്ന് പണാധിപത്യത്തിലേക്കാണ് മാറുന്നത്. അതെന്തുകൊണ്ട്? പക്ഷേ അവർ പണാധിപത്യത്തിലേക്ക് അവർ മാറ്റപ്പെടുമ്പോഴും ഇവിടുത്തെ സാധാരണ ജനം 1947 ഓഗസ്റ്റിൽ ഇന്ത്യക്ക് എങ്ങനെ സ്വാതന്ത്ര്യം കിട്ടിയോ അതേ കാഴ്ചപ്പാടിൽ തന്നെയാണ് അവരിന്നും ജീവിക്കുന്നത്. അതേ ചുറ്റുപാടിൽ തന്നെയാണ് അവരിന്നും ജീവിക്കുന്നത്. അവർക്ക് 5 തലമുറകളോ 10 തലമുറകളോ കഴിഞ്ഞിരുന്നാലും അവര് ആ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന അതേ കാഴ്ചപ്പാടിൽ തന്നെയാണ് ഇന്ന് നിലനിൽക്കുന്നത്. പക്ഷേ ഈ സാധാരണ ജനങ്ങൾ പ്രവർത്തിച്ച് ഇവിടെ വളർത്തിയ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം തകർന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരെല്ലാവരും ഇന്ന് കോടീശ്വരന്മാരാണ്. അവരെല്ലാവരും ഇന്ന് അത് രാഷ്ട്രീയത്തിലാവട്ടെ വ്യക്തിപരമാവട്ടെ അത് വിശ്വാസത്തിൻ്റെ പേരിലും ആയിക്കോട്ടെ, ഏതിൻ്റെ പേരിലായിരുന്നാലും അവരിന്ന് ലക്ഷങ്ങൾ മതിക്കുന്ന വ്യക്തികളായി അവർ മാറ്റപ്പെട്ടു. പക്ഷെ അപ്പോഴും ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 47 മുതൽ ഇന്ത്യയെ പടുത്തുയർത്തുവാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഇവിടുത്തെ സാധാരണ ജനങ്ങൾ ഇന്നും
അതേ നുഖത്തിൽ കഴിയുന്നു എന്നുള്ളതാണ് വാസ്തവം. അതിന് ആരും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കൈത്താങ്ങിയിട്ടില്ല. ആ ഒരു ജനത്തിനെ കാണുവാൻ വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയക്കാരും ഇവിടെ ശ്രമിച്ചിട്ടില്ല. പക്ഷെ വീണ്ടും പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അധികാരം പിടിച്ചടക്കുവാൻ വേണ്ടിയിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു. എന്തുകൊണ്ടാണ്? മറ്റുള്ളവരുടെ അതേ പാത ഇവർക്കും എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട്. ഇവിടെ ആരും ഒരു രാഷ്ട്രീയക്കാർ മോശമല്ല. ഇന്ത്യ ഭരിച്ചിട്ടുള്ള ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇന്ത്യ ഭരിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരും ശരിക്ക് പറഞ്ഞാൽ ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. കമ്മ്യൂണിസ്റ്റ് ആയിരിക്കാം, BJP ആയിരിക്കാം, കോൺഗ്രസ് ആയിരിക്കാം, സംഘടനകളായിരിക്കാം, ജാതീയ സംഘടനകളായിരിക്കാം, ഏത് വ്യക്തികളും അത് ആരാണോ ഇവിടുത്തെ നിങ്ങളെ തിരഞ്ഞു വരുന്നത്, ജനങ്ങളുടെ അടുത്ത് ആരാണോ നിങ്ങളെ തിരഞ്ഞു വരുന്നത്, അവരെല്ലാം ഉദ്ദേശിക്കുന്ന ഒരേ കാഴ്ചപ്പാടേ ഉള്ളൂ. അവർക്ക് അധികാരം അവർക്ക് വേണം, അധികാരത്തിൽ അവർ എത്തണം. അധികാരത്തിൽ എത്തണമെങ്കിൽ തന്നെ ഇവിടുത്തെ സാധാരണക്കാരുടെ വോട്ട് തന്നെ കിട്ടണവർക്ക്. ഇല്ല നിങ്ങൾക്കറിയാലോ, ഏതെങ്കിലും കാശുള്ള, എനിക്കറിയാവുന്ന ഒരുപാട് കാശുകാരുണ്ട്. കാശ് എന്ന് വെച്ചാൽ കോടികളിട്ട് അമ്മാനമാടുന്ന ഒരുപാട് വ്യക്തികൾ എനിക്ക് നേരിട്ടറിയാം. ഞാൻ അവരുടെ വീട്ടിൽ നേരിട്ട് സംസാരിക്കുകയും ചെയ്തു. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് അവർക്കൊരു കാഴ്ചപ്പാടുണ്ട്. അവരൊരിക്കലും നിങ്ങൾ പറയുന്ന സാധാരണക്കാരെ ഒരു കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ചാനലിലൂടെ എന്ത് വരുന്നു, മറ്റുള്ളവരെന്ത് പറയുന്നു, അത് മാത്രമാണ് നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾ ഒരു പാർട്ടിക്കാരോടും ചോദിക്കുന്നില്ല. ആ ഭരിക്കുന്ന ഒരു ഭരണകർത്താക്കളോടും നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിക്കുന്നില്ല. അപ്പോഴും നിങ്ങൾ പുതിയ കാര്യങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്? നിങ്ങൾക്കങ്ങനെ പുതിയ കാര്യങ്ങൾ തേടുമ്പോൾ നിങ്ങൾ ഒരിടത്തും എത്തപ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം നിങ്ങൾക്ക് ഒരിടത്തും എത്താൻ, കാരണം നിങ്ങൾ ഡെയിലി വർഷാവർഷം നിങ്ങൾ പുതിയതല്ലേ തപ്പിക്കൊണ്ടിരിക്കുന്ന. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് എത്താൻ പറ്റുന്നത്?